ഇനി പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകളാണ്. വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കാൻ ദേശീയ പദ്ധതിയുമായി സൗദി അറേബ്യ. ആഭ്യന്തര വിമാന സർവീസുകളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ടിക്കറ്റ് നിരക്കുകളിലെ അനിയന്ത്രിത വർധനവ് നിയന്ത്രിക്കുകയുമാണ് ലക്ഷ്യം. സൗദി അറേബ്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ടിക്കറ്റ് നിരക്കുകളിലെ അനിയന്ത്രിത വർധനവ് നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് ദേശീയ പദ്ധതി തയ്യാറാക്കാൻ സൗദി എയർലൈൻസിനോട് സൗദി ഷുറ കൗൺസിൽ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരുന്ന തടയാൻ നിരക്കുകൾക്ക് കൃത്യമായ പരിധി നിശ്ചയിക്കണമെന്നും ഷുറ കൗൺസിൽ ആവശ്യപ്പെട്ടു. ടിക്കറ്റുകൾ മുൻകൂട്ടി വാങ്ങി ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന കരിഞ്ചന്ത തടയാൻ ഇതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം. ഇരു ഹറമുകളും സന്ദർശിക്കാൻ തീർത്ഥാടകർക്കായി താമസം, വിമാന ടിക്കറ്റ്, വിവർത്തന സേവനങ്ങൾ, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഏകീകൃത സ്മാർട്ട് പാക്കേജുകൾ വികസിപ്പിക്കാനും വിരമിച്ച സ്വദേശി വിദഗ്ധരുടെ അനുഭവ സമ്പത്ത് ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. വിദേശ വ്യാപാര മേഖലയിൽ മികച്ച നിരീക്ഷണം ഉറപ്പാക്കാൻ ജനറൽ അതോറിറ്റി ഫോർ ഫോറിൻ ട്രേഡിന് കീഴിൽ പുതിയ സംവിധാനം ഒരുക്കാനും കൗൺസിൽ ശുപാർശ ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറത്തുള്ള വാണിജ്യ കാര്യാലയങ്ങൾ വഴി ലഭ്യമാകുന്ന കയറ്റുമതി നിക്ഷേപ അവസരങ്ങൾ നിരീക്ഷിക്കാൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അപ്പീൽ ബോഡിയെ സജീവമാക്കാനും അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടൂറിസം മേഖലയുടെ വികസനത്തിനായി സൗദി റെഡ് സീ അതോറിറ്റിയുടെ കീഴിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രോത്സാഹന പദ്ധതികൾ തയ്യാറാക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം ബഹ്റിനിലേക്കുള്ള ചരക്ക് നീക്കത്തിൽ തടസ്സം തുടരുന്നു. ഷിപ്പിംഗ് കമ്പനികൾ സർചാർജുകൾ ഏർപ്പെടുത്തിയും ബുക്കിംഗ് മരവിപ്പിച്ചതും തിരിച്ചടിയായി. ഹോർമുസ് വഴി വാണിജ്യ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം കാരണം ബഹ്റിനിലേക്കുള്ള ചരക്ക് നീക്കത്തിൽ വൻ തടസ്സങ്ങൾ നേരിടുന്നു. സുരക്ഷാ ഭീഷണിയും യുദ്ധ സാഹചര്യവും കണക്കിലെടുത്ത് ഇൻഷുറൻസ് കമ്പനികൾ കവറേജ് പിൻവലിച്ചതോടെ ഹോർമുസ് വഴിയുള്ള യാത്ര നിലച്ചതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഇതേ തുടർന്ന് ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ബുക്കിംഗുകൾ മരവിപ്പിക്കുകയും കനത്ത അടിയന്തര സർചാർജുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ പോർട്ടിലേക്കുള്ള പ്രവേശനം നിലവിൽ ഷിപ്പിംഗ് ലൈനുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ജൂൺ 5 മുതൽ പുതിയൊരു റൂട്ട് വഴി ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട്. ഇത് പ്രകാരം ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ഇറാഖ്, UAE എന്നിവിടങ്ങളിലേക്കുള്ള ചരക്കുകൾ ഇപ്പോൾ ജിദ്ദ വഴി കൊണ്ടുപോകുന്നതിന് പകരം ഒമാനിലെ സലാല, UAEയിലെ ഗോർഫക്കാൻ എന്നീ ഹബ്ബുകളിലാണ് ഇറക്കുന്നത്. അവിടെ നിന്ന് കരമാർഗം ഷാർജയിലെത്തിച്ച് ഫീഡർ സർവീസുകൾ വഴി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഈ പുതിയ ഗതാഗത രീതി മൂലം സാധനങ്ങൾ എത്തിച്ചേരാൻ 10 മുതൽ 14 ദിവസം വരെ അധിക സമയം വേണ്ടിവരും. ഇത് ചരക്ക് ഗതാഗതം സുഗമമായി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കുവൈറ്റ്. ഇന്ത്യ ഉൾപ്പെടെ 10 രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അനുമതി നൽകി. രാജ്യത്തെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ പുറത്തിറക്കി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. പുതുക്കിയ തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളികളെ കൊണ്ടുവരാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടിക മന്ത്രാലയം പരിഷ്കരിക്കുകയും ചില രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീ പുരുഷ ഗാർഹിക തൊഴിലാളികളെ ഇനി മുതൽ കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാവുന്നതാണ്. ഇന്ത്യക്ക് പുറമെ ദക്ഷിണാഫ്രിക്ക, ബെനിൻ, സെനഗൽ, എറിത്രിയ, എത്യോപ്യ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, വിയറ്റ്നാം, നേപ്പാൾ എന്നീ രാജ്യങ്ങളാണ് അനുമതിയുള്ള പട്ടികയിലുള്ളത്. അപേക്ഷാ നടപടികൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഗവർണറേറ്റ് തലത്തിലുള്ള പ്രത്യേക സർക്കുലർ സർവീസ് കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. വിവിധ കാരണങ്ങളാൽ 27 രാജ്യങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് കുവൈറ്റ് പൂർണ്ണമായും നിരോധിച്ചു. നിരോധിക്കപ്പെട്ട പട്ടികയിലുള്ള ചില രാജ്യങ്ങൾക്ക് കുവൈറ്റിൽ എംബസി ഇല്ലാത്തതും മറ്റ് ചില നയതന്ത്ര ഭരണപരമായ കാരണങ്ങളും കണക്കിലെടുത്താണ് ഈ പുതിയ നയമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.